ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാലാഖമാരെ പറ്റി കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല അല്ലേ? അവരെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചാലോ? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ പ്രകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് അരൂപിയാണ്. അവരുടെ ധർമ്മം എന്താണെന്നാൽ അവർ മാലാഖയാണ്. പൂർണ്ണമായും അശരീരികളായ സൃഷ്ടികളാണ് മാലാഖമാർ. അവർ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും വ്യക്തിത്വമുള്ളവരാണ്. അവർ അമർത്യരാണ്. ഇവയൊക്കെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 330 ഖണ്ഡികയിൽ പറയുന്നു. ക്രിസ്തുവാണ് മാലാഖമാരുടെ ലോകത്തിന്റെ കേന്ദ്രം. അവരവിടുത്തെ സന്ദേശവാഹകരാണ്. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് അവർ. ബൈബിളിൽ സൃഷ്ടി മുതൽ പരിത്രാണ ചരിത്രത്തിലുടനീളം മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. അവർ ഭൗതിക പർദീസായുടെ വാതിലടച്ചു, ലോത്തിനെ സംരക്ഷിച്ചു, ഹാഗാറിനെയും അവളുടെ കുട്ടിയെയും രക്ഷിച്ചു, അബ്രഹാത്തിന്റെ കരം പിൻവലിപ്പിച്ചു, തങ്ങളുടെ സേവനത്തിലൂടെ ജനങ്ങളെ നിയമം അറിയിച്ചു, ദൈവജനത്തെ നയിച്ചു, ദൈവിക വിളികളുടെ അറിയിപ്പുകൾ നൽകി, പ്രവാചകന്മാരെ സഹായിച്ചു, യോഹന്നാന്റെയും യേശുവിന്റെയും ജനനം മുൻകൂട്ടി അറിയിച്ചു. ഇതുകൂടാതെ യേശുവിനെ അവിടുത്തെ ബാല്യകാലത്ത് അവർ സംരക്ഷിച്ചു. മരുഭൂമിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്തു. ഗത്സമനിൽ ആ യാതനവേളയിൽ അവിടത്തേക്ക് അവർ ശക്തി പകർന്നു. ഇവയൊക്കെ 332, 333 എന്നീ ഖണ്ഡികകളിൽ വ്യക്തമാക്കുന്നുണ്ട്. മാലാഖമാർ കത്തോലിക്ക വിശ്വാസത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഈ മാലാഖമാരെ പോലെ തന്നെ ക്രിസ്തുവിന്റെ ഒപ്പമായിരുന്ന് അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമ്മുടെ ആത്മാവിനെ കൂടുതൽ വിശുദ്ധിയിൽ സംരക്ഷിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.